പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ച വേണ്ടേ വേണ്ട എന്ന് ഇടത് സൈബറിടങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, എവിടെയൊക്കെ ഇടത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അവിടെ മുഴുവനും പറയുന്നുണ്ട്. കോൺഗ്രസിൽ ഉള്ളതും LDF-ൽ ഇല്ലാത്തതും CPM-ൽ ഇല്ലാത്തതുമായ ഒരു കാര്യമുണ്ട്. രണ്ടാം നിര സെക്കൻഡ് ജനറേഷൻ ആളുകൾ ഇല്ലാതെ പോകുന്നു CPM-ൽ എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും VT ബൽറാമും അങ്ങനെ നിരവധി ആളുകൾ കോൺഗ്രസിൻ്റെ സെക്കൻഡ് ജനറേഷനിലേക്ക് ഇങ്ങനെ ത്വരയായി തുളുമ്പി വന്ന് നിൽക്കുമ്പോഴാണ് ഒരു സെക്കൻഡ് ജനറേഷൻ ദാരിദ്ര്യം CPM-ൽ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. ആരാ അത് പറയുന്നത് എന്നുള്ളതാണ്. CPM-ൽ നിങ്ങൾ നോക്കൂ, കോന്നിയിൽ നിന്ന് ജനീഷ് കുമാറും, മാവേലിക്കരയിൽ നിന്ന് അരുൺകുമാറും, മട്ടന്നൂരിൽ നിന്ന് VK സനോജ് കുമാറും ഒക്കെ 16ാം നിയമസഭയിലുണ്ട്. അവരെയൊക്കെ ആക്കണം പ്രതിപക്ഷ നേതാവ്. അവരൊക്കെ കടന്നു വരട്ടെ. ഈ പാർട്ടിക്കല്ലാതെ വേറെ ഏത് പാർട്ടിക്കാണ് തൻ്റെ ഇടമുണ്ടാവുക? കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ മേയറായി 20 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയെ പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് CPM. ആര്യ രാജേന്ദ്രനെ അന്ന് ദേശീയ മാധ്യമങ്ങൾ, ഒരുപക്ഷെ രാജ്യത്തിനു പുറത്തു പോലും ചർച്ചയായ തീരുമാനം, VK സനോജിനെ പോലെയുള്ള, അരുൺകുമാറിനെ പോലെയുള്ള, ജനീഷ് കുമാറിനെ പോലെയുള്ള രണ്ടാം നിര നേതാക്കൾ ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ ഘടകമാണ്, സമയമാണ് ഇത് എന്ന് CPM നേതൃത്വം തിരിച്ചറിയണമെന്നുള്ളതാണ്. VD സതീഷിന് വേണ്ടി PR വർക്കിലൂടെ വലിയ പ്രകടനങ്ങളും വലിയ പ്രതിഷേധങ്ങളും തെരുവിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് ഒരു PR വർക്കിലൂടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി സതീഷ് നടത്തുന്ന പ്രവർത്തനം പോലെയല്ല. രണ്ടാം നിര നേതാക്കൾ ഉയർന്നു വരണമെന്ന് ഇടതുപക്ഷം ചിന്തിക്കുന്നത് അതിൻ്റെ കോർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. പിണറായി വിജയന് ശേഷം P ജയരാജനോ സ്വരാജോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കുമ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ ആണൊരുത്തനായ ഒരുപാട് നേതാക്കൾ ഇപ്പോഴും CPM-ൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടത് രാഷ്ട്രീയത്തിൻ്റെ ചെങ്കോൽ, അതിൻ്റെ കടിഞ്ഞാൺ ഇനി അത്തരം നേതാക്കളിലേക്ക് കൊടുക്കാതെ CPM-ന് LDF-നെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നൊരു സ്ഥിതിവിശേഷം കൂടിയാണ് കടന്നു വരുന്നത്.